ഇപ്പോൾ നമ്മോടൊപ്പം സാമൂഹ്യ നിരീക്ഷകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ അനിൽകുമാർ പി കെ കൂടി ചേരുകയാണ്. പി കെ, യഥാർത്ഥത്തിൽ ഈ 79-ൽ ഷാ പഹ്ലവിയെ മാറ്റിക്കൊണ്ട് ഇസ്ലാമിക വിപ്ലവം ഇറാനിൽ സംഭവിക്കുന്നു. അതിനുശേഷം മുതൽ തന്നെ ഓരോ ഘട്ടങ്ങളിലും സാമ്രാജ്യത്വ ശക്തികൾ എന്ന് പറയാവുന്ന അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ശക്തികളൊക്കെ ഇറാനെതിരായൊരു നീക്കം ഉണ്ടായിരുന്നു. ഈ ആക്സിസ് ഓഫ് ഈവിൾ എന്താണ്, തിന്മയുടെ അച്ചുതണ്ട് എന്ന് പറഞ്ഞതിൽ നോർത്ത് കൊറിയയും ഒഴിച്ച് ബാക്കിയുള്ള എല്ലായിടങ്ങളിലും അറ്റാക്ക് നടത്താൻ അമേരിക്കയ്ക്കായി. അതിൻ്റെ ഒരു പ്ലാൻ കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ കാണേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ അമേരിക്ക മുമ്പോട്ട് വെക്കുന്നത് ആണവ നിരായുധീകരണം മാത്രമല്ല ഇറാൻ്റേത്, മറിച്ച് ഇറാനിലൊരു ഭരണമാറ്റം ഉണ്ടാകണമെന്നാണ്. ഇത് എത്ര കണ്ട് ജൈവമാണ്? നിഷാദെ, ഈ വിഷയത്തെ യഥാർത്ഥത്തിൽ ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ വേണം നമ്മൾ നോക്കിക്കാണാൻ. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം പങ്കിടുന്നതിനും കൊള്ളയടിക്കുന്നതിനും വേണ്ടി സാമ്രാജ്യത്വ ശക്തികൾ ആവിഷ്കരിച്ച കൊളോണിയൽ തന്ത്രങ്ങളുടെ ഏറ്റവും പുതിയ മുഖമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നാം കാണുന്നത്. മറ്റൊന്ന്, സോവിയറ്റ് റഷ്യയുടെ തകർച്ചയ്ക്ക് ശേഷം അമേരിക്കയുടെ നേതൃത്വത്തിൽ രൂപപ്പെട്ട ഏകധ്രുവ ലോകത്തിൽ നിന്ന് ഇന്ന് ഒരു ലോക പോലീസുകാരനായി ഒരു തെമ്മാടി ഭരണാധികാരിയുടെ ഭ്രാന്തമായ ചെയ്തികളാണ് നോകത്തെ ഇവിടെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഇനി നമ്മളിതൊരു ഇന്ത്യൻ പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൂടി തീർച്ചയായും, കാരണം നെതന്യാഹുവും മോദിയുമായി ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് കൂടിക്കാഴ്ച നടത്തിയത്. അതെ അതെ, യഥാർത്ഥത്തിൽ ഇസ്രായേൽ രാഷ്ട്രം പിറവി കൊണ്ടപ്പോ ഇന്ത്യ കണ്ട എക്കാലത്തെയും മതേതരവാദിയായ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പറഞ്ഞത് ഭൂമിയിൽ ഒരു നരകത്തിന്റെ വാതിൽ തുറക്കുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ അക്കാലത്ത് ചേരിചേരാ നയത്തിന്റെ ശക്തനായ വക്താവായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഏകധ്രുവ ലോകം രൂപപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും ചേരിചേരാ നയം കാലഹരണപ്പെട്ടു. അമേരിക്ക അടക്കമുള്ള സാമ്രാജ്യത്വ ശക്തികൾക്ക് ബദലായി ലോകത്തുയർന്ന സോവിയറ്റ് യൂണിയൻ ശിഥിലമായി. ഇനി മറ്റൊരു കാര്യം, നമ്മളെ ആയുധം കൊണ്ട് ആ പുതിയ കാലത്ത് ഈ കൊളോണിയലിസം അല്ലെങ്കിൽ സാമ്രാജ്യത്വം ഈ ആയുധങ്ങളിലൂടെ മാത്രമല്ല അധിനിവേശം സാധ്യമാക്കുന്നത്. ഈ ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള ഇപ്പോഴത്തെ വ്യാപാര കരാർ യഥാർത്ഥത്തിൽ അതൊരു വലിയ യുദ്ധം തന്നെയാണ്. അധിനിവേശത്തിന്റെ ആധിപത്യം ഉറപ്പിക്കുവാനുള്ള ഒരു യുദ്ധം കൂടിയാണ്. അപ്പൊ ഇത്തരം ചരിത്രപരമായ ഘടകങ്ങളെല്ലാം നാം കണക്കിലെടുക്കണം. ഇനി ഈ ട്രംപിന്റെ മുൻഗാമികൾ ഒന്നാലോചിച്ച് നോക്കുക. അമേരിക്കയിലെ യഥാർത്ഥ ആദിമ നിവാസികൾ എന്ന് പറഞ്ഞാൽ റെഡ് ഇന്ത്യൻസ് ആയിരുന്നു. അവരെ വംശീയമായി ഉന്മൂലനം ചെയ്ത് അവരുടെ നിലവിളിക്കുന്ന രക്തത്തിൽ ചവിട്ടിയാണ് അമേരിക്കൻ നാഗരികത തന്നെ പടുത്തുയർത്തപ്പെട്ടത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തന്നെയാണ്, നാളുകൾക്ക് മുൻപ് തന്നെയാണ് വെനിസ്വേലയിലെ പ്രസിഡന്റ് മഡോറോയെ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു രാഷ്ട്രത്തിന്റെ പരമാധികാരത്തിൽ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിൽ കയറി അനധികൃതമായിട്ട് ആ രാഷ്ട്രത്തിന്റെ തലവനെ അപഹരിച്ചുകൊണ്ട് പോകുമ്പോൾ ലോകം വളരെ നിഷ്ക്രിയമായ മൗനത്തിലായിരുന്നു. ഈ തെമ്മാടി രാഷ്ട്രത്തിനെതിരെ പ്രതിരോധമുയർത്താൻ ലോകത്തൊരു ശക്തിക്കും കഴിയുന്നില്ല എന്നുള്ള നിസ്സഹായതയിൽ നിന്ന് തീർച്ചയായും USSRന്റെ അഭാവവും ഒക്കെയാണ് ഈ ഘട്ടത്തിൽ ഈ തെമ്മാടി രാഷ്ട്രത്തിൻ്റെ സ്വഭാവത്തിൽ അമേരിക്കയ്ക്ക് നീങ്ങാൻ കൂടുതൽ ഊർജ്ജമാകുന്നത്. മാത്രമല്ല, ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിൽ കൂടി പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് അനിൽകുമാർ പി കെ പറയുന്നത്. വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്.